ഹലോ കൂട്ടുകാരെ, മഴതോരു മുൻപേടെ നാളത്തെ എപ്പിസോഡിൽ വൈജ വീടൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വീട്ടിനുള്ളിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള പുതിയ ഒരു ഒരു ടൈം ടേബിൾ അത് 4-5 ദിവസമായിട്ട് വൈജ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വൈജയുടെ അഭാവത്തിൽ അലീന രൂപപ്പെടുത്തിയ പുതിയ ചിട്ടകൾക്കനുസരിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം അത് വൈജയെ കൂടുതൽ അരിശം കൊള്ളിച്ചു. ഇപ്പോൾ എന്നും രാവിലെ കുട്ടികൾ എണീക്കുന്നു, പഠിക്കുന്നു, പിന്നെ കിച്ചണിൽ കയറുന്നു, ബബിതയും കൃഷ്ണയും കൂടിയിട്ട് മുറ്റം പങ്കുവെച്ച് തൂക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കുന്നു, ഇവരെ സഹായിക്കാൻ രോഹിത് വരുന്നു. അതുപോലെ കൃഷ്ണജ അച്ഛന് കൃത്യമായിട്ട് ചായയും മരുന്നും ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലുടൻ കുട്ടികൾ ചായ കുടിച്ച് പത്രം വായിക്കുന്നു, പിന്നെ വീട് വൃത്തിയാക്കുന്നു, അലക്കുന്നു, അത്താഴമുണ്ടാക്കുന്നു, ഒരുമിച്ച് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നു. അരമണിക്കൂർ ലിവിങ് റൂമിൽ ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, ബാലചന്ദ്രൻ ഇവരോട് കൂടുന്നു. ഇതൊക്കെ കാണുമ്പോൾ വൈജയുടെ ഉള്ളിലുള്ള ഒരു ദേഷ്യമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം അലീന ഏർപ്പെടുത്തിയ ഒരു ഭരണപരിഷ്കാരമാണെന്ന് വൈജയന്തിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ പുതിയ രീതികളോട് ഇണങ്ങിച്ചേരാൻ വൈജയന്തി ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല. അലീനയോട് വൈരം കൂടി ദേഷ്യം കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ വൈജയന്തി അലാറം വെച്ച് എണീക്കുകയാണ്. അങ്ങനെ എണീറ്റ് വരുമ്പോഴാണ് ബബിതയും കൃഷ്ണയും കൂടി അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നത് മാത്രമല്ല, അവർ ശരിക്കും ഇത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അവരെ സഹായിക്കാൻ രോഹിത് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ നമ്മളിടയ്ക്ക് വാശിയും ദേഷ്യം കാണിക്കുന്നുണ്ട്. രോഹിത് അങ്ങനെ പിന്നാലെ ഓടിച്ച് ബബിതയെ അടിക്കാൻ നോക്കുന്ന സമയത്ത് ആണ് വൈജ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വൈജ ചോദിക്കും, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ച് ചെയ്യണം. അപ്പോൾ ബബിത പറയും, എന്താണ്, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയല്ലേ നോക്കിയിരുന്നു, അമ്മ ഇപ്പോഴല്ലേ വന്നത്, ഇതിനു മുൻപൊന്നും അമ്മ ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ വൈജയ്ക്ക്. അങ്ങനെ വൈജ എങ്ങനെയെങ്കിലും ബാലൻ്റെ അടുത്തേക്ക് പോയിട്ട് ബാലചന്ദ്രനോട് പറയും, എനിക്കൊരു പുതിയ ജോലിക്കാരിയെ വേണം, അലീനയെ പോലത്തെ ഒരു പുതിയ ജോലിക്കാരിയെ എനിക്ക് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അലീനെ പോലത്തെ ഒരു പുതിയ ജോലിക്കാരിയെ കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം അങ്ങനെ ഒരിക്കലും എനിക്ക് കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ വല്ല സുശീലയോ ജാനവിനെയോ അങ്ങനെ നിൻ്റെ മനസ്സിനിണങ്ങുന്ന വേറെ വല്ല ആൾക്കാരെയും ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നീ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചോ, അല്ലാതെ അലീനെ പോലത്തെ ഒരു ജോലിക്കാരെ ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രനും അവിടെ നിന്ന് രാവിലെ ജോലിക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വൈജ വേറെ ജോലിക്കാരെ തിരയുന്നതും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കൊട്ടാരമറ്റത്തിൽ, അതായത് സ്റ്റാൻലിയുടെ വീട്ടിൽ, സ്റ്റാൻലിയുടെ സ്വന്തം വീട്ടില കുളത്തൂപ്പുഴയുള്ള വീട്ടിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ്. ഈ ആൻ്റപ്പനും അതുപോലെ തന്നെ ഡ്രൈവർ ബൈജു, പൗലോസ്, അവർക്കെല്ലാവർക്കും മൊത്തത്തിലൊരു അത്ഭുതമായിരുന്നു. കാരണം ഇതെന്ത് കഥ എന്നാണ് അവർക്ക് മനസ്സിലാവാത്തത്. ഏതോ ഒരു അനാഥാലയത്തിൽ ജീവിച്ച ഏതോ വീട്ടിൽ വേലക്കാരി എന്ന പെണ്ണിനെ സ്റ്റാൻലി VIP പോലെ കൊണ്ടു നടക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് പിടികിട്ടാഞ്ഞപ്പോഴാണ് ബൈജു പുനലൂർക്ക് ഫോൺ ചെയ്തത്. കുളത്തുപ്പുഴ ബംഗ്ലാവിൽ സ്റ്റാൻലിയോടൊപ്പം ഒരു പെണ്ണ് വന്ന് കൂടിയിട്ടുണ്ടെന്ന ഒരു രഹസ്യ വിവരം ഔതക്കുട്ടിച്ചായൻ നൽകിയത്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പാഞ്ഞെത്തിയതോടെ കാര്യത്തിനൊരു തീരുമാനമൊക്കെ ഉണ്ടാകുമെന്നാണ് ബൈജുവും പൗലോസും ആൻ്റപ്പനും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നു മാത്രമല്ല, പുലി പോലെ പാഞ്ഞു വന്ന ഔതക്കുട്ടിച്ചായൻ ആ പെണ്ണിന് മുന്നിൽ ഒരു പൂച്ചയെ പോലെ വിധേയനാകുകയും ചെയ്തു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജുവിനും ആൻ്റപ്പനൊക്കെ ശരിക്കും അറിയാവുന്നതാണ്. ദേഷ്യം വന്ന് നല്ല ചീത്ത തന്നെ പറയും. ബൈജുവിന് നേർക്ക് പലവട്ടം കയ്യു വരെ ഓങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ ചെകിടടിച്ച് പൊളിച്ചേനെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഔതക്കുട്ടിച്ചായൻ. പക്ഷേ ഇപ്പോൾ ആ ഔതക്കുട്ടിച്ചായൻ അലീനയുടെ മുൻപിൽ ഒരു പൂച്ചയെപ്പോലെ നിൽക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. മകളാണെന്നാണ് പറയുന്നത്, പക്ഷേ ഏത് വകുപ്പിൽ എങ്ങനെ ഒന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അപ്പോൾ ബൈജു പറയും, ഒരു വഴിയുണ്ട്, അതായത് ഈ പെൺകുട്ടീനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്, അത് ഞാൻ ആലോചിക്കുകയാണെന്നാണ് ബൈജു പറയുന്നത്. അത് ആലോചിച്ചിട്ട് ബൈജു ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ എൽസമ്മ, അതായത് സ്റ്റാൻലിയുടെ ഭാര്യയുടെ വീട്ടുകാരെ വിളിച്ച് വിവരം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. പിന്നെ എൽസമ്മ വന്നതിന് ശേഷം, അതായത് എൽസമ്മയ്ക്ക് വേണ്ടിയിട്ട് എൽസമ്മയുടെ ചേച്ചി റീത്താമ്മയാണ് വരുന്നത്. എന്നിട്ട് റീത്താമ്മ സ്റ്റാൻലിയെ ചോദ്യം ചെയ്യുന്നതും അതിനുശേഷം മനു വരുന്നതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാവരും കാണുക.
പിന്നെ ഇപ്പം ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചാനലിൽ നടക്കുന്ന സ്റ്റോറിയാണ്. ഓൾറെഡി ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് തരിക, വീഡിയോ ലൈക്കും ചെയ്യുക.